മദ്യം ഒരു വ്യവസായമാണ്. അപ്പോൾ ആ വ്യവസായം എന്ന നിലയിൽ അതിനെ പരിഗണിക്കണം ഒരു ഭാഗം. മറുഭാഗത്ത് ലഹരി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അതേസമയം അനേകം ആളുകളുടെ ഉപജീവന മാർഗവും മറ്റുമൊക്കെ ആയിട്ട് ഇത് നിൽക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യം കണ്ടുകൊണ്ടുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ലഹരി എന്ന് പൊതുവിൽ ലഹരിക്കെതിരെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് ഏറ്റവും മാരക വിപത്തായിട്ട് നിൽക്കുന്നത് മയക്കുമരുന്നാണ്. അത് പ്രത്യേകമായി പറയുകയും കാണുകയും പ്രത്യേകം അതിനെ നേരിടുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആകെ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിൽ മയക്കുമരുന്നിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ് മാരകമായിട്ടുള്ള വിപത്താണ്. ഇപ്പം ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. മയക്കുമരുന്നിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതാണ്. നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാറ്റം ഇന്ന് സമൂഹത്തിൽ കാണാനുണ്ട്. പക്ഷേ ഇത് നടപടികൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല. സാമൂഹിക വിപത്തിനെ സാമൂഹികമായിട്ടേ ചെറുക്കാൻ പറ്റും. അതിന് ബോധവൽക്കരണം വേണം, അത് ചെറുപ്പക്കാരിൽ ബോധവൽക്കരണം വേണം, രക്ഷിതാക്കളിൽ ബോധവൽക്കരണം വേണം. ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായിട്ട് അഭിസംബോധന ചെയ്യാൻ സമൂഹത്തെ പ്രാപ്തരാക്കണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ശരി, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതിന് സംശയമില്ല. പക്ഷെ നമുക്ക് നിരോധനം കൊണ്ട് പ്രശ്നം മറികടക്കാൻ പറ്റില്ല എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ തന്നെ അനുഭവമുണ്ട്. ഗുജറാത്തിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നമ്മളതിനെ വ്യവസായം എന്ന നിലയിൽ കാണുന്നു. അതുകൊണ്ട് ഡിസ്റ്റിലറി പോലെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുക കേരളത്തിൽ ആവശ്യമാണെന്നൊരു നയമായിട്ട് ഗവൺമെൻറ് കണ്ടു. അതൊന്നും രഹസ്യമായിട്ടുള്ള കാര്യമില്ലല്ലോ. ഗവൺമെൻറ് പരസ്യപ്പെടുത്തിയിട്ടുള്ള നയമാണ്, സർക്കാരിൻ്റെ നയമാണ്. അതിനുള്ള നടപടികൾ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിന് അനുമതി കൊടുക്കും.